ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 12, വിശുദ്ധ മാർഗരറ്റ് ബോർഗസ്. ഫ്രാൻസിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ മാർഗരറ്റ് ബോർഗസ്. 12 മക്കളുള്ള ഭക്തരായ ദമ്പതികളുടെ 6ാമത്തെ മകളായിരുന്നു വിശുദ്ധ മാർഗരറ്റ്. മാർഗരറ്റിന് 19 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അന്നു മുതൽ തൻ്റെ ഇളയ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ജീവിച്ചത്. മാർഗരറ്റിന് 27-ാം വയസ്സിൽ അവൾക്ക് തൻ്റെ പിതാവിനെയും നഷ്ടമായി. തൻ്റെ സഹോദരങ്ങളെല്ലാം സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ മാത്രമാണ് തൻ്റെ ജീവിതത്തെപ്പറ്റി അവൾ ചിന്തിച്ചത്. ഇനി താൻ എന്ത് ചെയ്യണം എന്നവൾ യേശുവിനോട് തന്നെ ചോദിച്ചു. അവളുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. കാനഡയിലെ ഗവർണർ ആ സമയത്ത് ഫ്രാൻസിൽ അധ്യാപകരെ തിരയുകയായിരുന്നു. കാനഡയിലെ തൻ്റെ സ്കൂളിൽ മതാധ്യാപികയാകാൻ അദ്ദേഹം മാർഗരറ്റിനെ ക്ഷണിച്ചു. മാർഗരറ്റ് ക്ഷണം സ്വീകരിക്കുകയും ശിഷ്ടകാലം കാനഡയിൽ ചിലവഴിക്കുകയും ചെയ്തു. തൻ്റെ കുടുംബസ്വത്ത് അവൾ സഹോദരങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. കാനഡയിലെത്തിയ ശേഷം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കുന്നതിനാണ് അവൾ ആദ്യം ശ്രമം ആരംഭിച്ചത്. പിന്നീട് ഒരു സ്കൂളും സ്ഥാപിച്ചു. ഫ്രാൻസിലേക്ക് പോയി പലപ്പോഴായി 10 സ്ത്രീകളെ കാനഡയിൽ തൻ്റെ സ്കൂളിൽ അധ്യാപകയാകാൻ കൊണ്ടുവന്നു. ഇവൾ പിന്നീട് മാർഗരറ്റിന്റെ സന്യാസ സമൂഹത്തിലെ അംഗങ്ങളായി മാറി. ദരിദ്രരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയുമായിരുന്നു മാർഗരറ്റിന്റെയും കൂട്ടുകാരുടെയും പ്രധാന പത്നി. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും, സ്നേഹിക്കപ്പെടുവാൻ ആരുമില്ലാത്തവർക്ക് സ്നേഹം വാരിക്കോരി അവൾ കൊടുത്തു. രോഗബാധിതയായി ശരീരം തളരുന്നതുവരെ വിശുദ്ധ മാർഗരറ്റ് ബോർഗസ് ദരിദ്രർക്കിടയിൽ ജീവിച്ചു. ഇന്നേ ദിവസം നമ്മോട് തെറ്റ് ചെയ്യുന്നവരെ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ച് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.